ഹലോ, നമുക്കിന്ന് തമിഴ്നാട് സ്റ്റൈല് അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരും പിന്നെ ഇതുപോലത്തെ വീഡിയോസിനൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേനെ കേട്ടോ. ആദ്യം തന്നെ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് സോയാ സോസും പിന്നെ ഒരു മുട്ടയും 1 ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയും. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിലേക്കുള്ള എഗ് ഫ്രൈ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 6 എഗ്ഗായിട്ട് എടുത്തേക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 കൂടുതലിടാം. ഇപ്പൊ എഗ്ഗ് കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എഗ്ഗ് എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് കുത്തി വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് റൈസിനുള്ള പരിപാടി ചെയ്യാട്ടാ. ഒരു കലത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം വെക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ കഴുകി മാറ്റി വെച്ച അരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസ് ആയിട്ട് എടുത്തേക്കണേ. ഞാൻ വെള്ളത്തിൽ അരി കുതിർത്തിയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഉപയോഗിക്കാട്ടാ. എന്നിട്ട് അരിയിട്ട് നന്നായി തിളച്ച് ചെയ്യുമ്പോൾ വെന്തോ നോക്കുക. ഫ്രൈഡ് റൈസിന് റൈസ് അധികം വെന്ത് പോയി രസം ഉണ്ടാവില്ല കേട്ടാ. ഒരു മിനിമം ഇതിൽ നിൽക്കണം. വേവ് ഒട്ട് കുറയാനും പാടില്ല, വേവ് കൂടാനും പാടില്ല കേട്ടാ. റൈസ് ആവശ്യത്തിന് വെന്ത് ചെയ്യുമ്പോൾ നമുക്കൊരു ചോറപ്പ് പാത്രത്തിലേക്ക് റൈസ് വാലാൻ വെക്കാം. അതിന്റെ വെള്ളമൊക്കെ ശരിക്കും പോയിട്ട് അരിയൊക്കെ നല്ല വടി പോലെ കിട്ടണം കേട്ടാ. എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച എഗ്ഗില്ലേ അത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ എഗ്ഗ് അത്യാവശ്യം വലിയ പീസായിട്ട് കിട്ടണം കേട്ടാ. എങ്കിലേ ടേസ്റ്റ് ഉള്ളൂ. നേരത്തെ നമ്മൾ റൈസ് വേവിച്ചപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തില്ലേ, അതെന്തിനാന്ന് വെച്ചാ റൈസ് ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ട് നല്ല വടി പോലെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടാ. അപ്പോൾ റൈസ് വേവിക്കുമ്പോൾ നിങ്ങൾ ഓയിൽ വയ്ക്കാൻ മറക്കരുതിട്ടാ. ഈ ഫ്രൈ ചെയ്ത എഗ്ഗ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ചിക്കനില്ലേ അത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അതിനൊരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ വെച്ചിട്ട് ആ ചിക്കൻ ഓരോ പീസുകളായിട്ട് ഇട്ട് കൊടുക്കാട്ടാ. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടി ഒരു പാനിലേക്ക് എല്ലാ ചിക്കനും കൂടെ ഒരുമിച്ചായിട്ട് ഇട്ട് കൊടുക്കണേ. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്രൈ ചെയ്തിട്ടാൽ കുറച്ച് പാടായി കിട്ടാ. നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യണമെങ്കിൽ വേഗം ഫ്രൈ ആയി കിട്ടും. ഞാനാണെങ്കിൽ ഒട്ടും ക്ഷമയില്ലാത്ത ആളാ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തേ. എന്നിട്ട് ചിക്കനൊക്കെ നന്നായി ഫ്രൈ ആയി വരുമ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ എഗ്ഗ് ഫ്രൈ ചെയ്ത പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ നന്നായി തിളച്ച് വരുമ്പോൾ കുറച്ച് ചെറുതാക്കി എരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് ചെറുതാക്കി എരിഞ്ഞ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണേക്കാൾ മുമ്പ് നമ്മൾ അതിൽ ചേർക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടാവണം കേട്ടോ. എങ്കിലും നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഫ്രൈഡ് റൈസിന് എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ക്യാബേജ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, സവാള, ബീൻസ് ഇതൊക്കെയായിട്ട് നമ്മൾ എടുത്തേക്കണം വെജിറ്റബിൾസ്. നമുക്ക് ഇതിന് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഇവിടെ ബീൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ സവാളയും ക്യാപ്സിക്കവും ക്യാബേജും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ വാടി പോവാണ്ട് നോക്കണം കേട്ടാ. ഇതിലത്തെ വെജിറ്റബിൾസ് ഒക്കെ വാടിപ്പോയാൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു പച്ച ചൊവ്വ എപ്പോഴും അതിന് വേണം. ഈ ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾസ് വാടാൻ പാടില്ല കേട്ടാ. നല്ല തീയിൽ കിടന്ന് ഒന്ന് ചെറുതായി വാടുക, അത്ര മാത്രം മതിട്ടാ. എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാട്ടാ. പിന്നെ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കണ സോയാ സോസും റെഡ് ചില്ലി സോസും പിന്നെ ടൊമാറ്റോ സോസും കേട്ടോ. ഇത് റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം, പിന്നെ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം, പിന്നെ കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് കുറേശ്ശെ ചേർത്ത് കൊടുക്കണേക്കിട്ട് നല്ലത്. എല്ലാം കൂടെ ഒരുമിച്ചിട്ടാ നമുക്ക് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ റൈസും വെജിറ്റബിൾസ് എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടാ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പ് കുറച്ച് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ റൈസ് വേവിച്ചപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസ് വാട്ടാൻ നേരത്തും നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചെങ്ങാനും ചിലപ്പോൾ ഉപ്പിന് കുറവുണ്ടാവുള്ളൂ കേട്ടാ. അപ്പൊ നോക്കിയിട്ട് ഇട്ടോളൂ. റൈസ് എല്ലാം നന്നായി ഇളക്കി മിക്സ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച എഗ്ഗ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നന്നായി മിക്സ് ആക്കിയതിനു ശേഷം നമുക്ക് വറുത്ത് മാറ്റി വെച്ച ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ, സിമ്പിൾ റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. ശരിക്കും ഒരു റെസ്റ്റോറന്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഫ്രൈഡ് റൈസിന്റെ ടേസ്റ്റ് ഉണ്ട്. അപ്പൊ കുഞ്ഞു മക്കളൊക്കെ ഉള്ള അമ്മമാര് ഒരിക്കലും ഇത് ട്രൈ ചെയ്യാണ്ടിരിക്കരുതിട്ടാ. സ്കൂളിലേക്കൊക്കെ ചോറ് കൊണ്ടുപോകാൻ മടിയുള്ള മക്കൾക്കൊക്കെ ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കിയോട്ടാ. അപ്പൊ ഇത്രേ ഉള്ളൂ, ബൈ. ഇതിലും അടിപൊളി റെസിപ്പി ആയിട്ട് നമ്മൾ വീണ്ടും വന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ റൈസ് വെന്തുവരുത്. റൈസ് വെന്തുപോയാൽ പിന്നെ ഫ്രൈഡ് റൈസിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ടാറ്റാ.